ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഉരുളി വെച്ചിട്ട് അതിനകത്ത് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് കുറേ മാങ്ങ ഉണ്ട്, മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാങ്ങ അച്ചാറിടാൻ പോവാം. അതിന് നല്ലെണ്ണ വേണ്ടേ, നല്ലതുപോലെ തിളച്ചു. അതിനകത്തോട്ട് കടുകിടാൻ പോവാം. കരിയാപ്പില ഇട്ടതാണ് പൊട്ടിയത്. അതിനകത്തോട്ട് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി, നല്ലെണ്ണ ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണ ഞാൻ ഇത്രയും കൂടുതൽ ഒഴിച്ച് എന്നാന്ന് ചോദിച്ചാൽ 2 കിലോ മാങ്ങയോളം ഉണ്ട്. അത് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ ഇരിക്കേണ്ടതാണ്. അപ്പം എണ്ണ മുകളിൽ പൊന്തിക്കിടന്നില്ലെങ്കിൽ മാങ്ങ കേടുവന്ന് പോവില്ലേ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും എണ്ണ ഒഴിച്ച്. അതിനുള്ള മുളക് പൊടിയാണ് ഇത് സാധാരണ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇച്ചിരി നല്ല കളറൊക്കെ കിട്ടും. ഇത് പക്ഷേ സാധാരണ മുളക് പൊടിയാണ്. ഞാനിതിൻ്റെ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ പെട്ടെന്നങ്ങ് വിചാരിച്ചു എന്നാൽ പിടിച്ചേക്കാം, മാങ്ങയും ലൂബിക്കയും എല്ലാം കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങ്. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കൂട്ടാനുള്ളതാണെങ്കിൽ ഇത്ര എണ്ണയൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. ഇതിപ്പം മാസങ്ങളോളം ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്, മാസങ്ങൾ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. മോളാണെങ്കിൽ ഒരു അച്ചാർ ഭ്രാന്തിയാണ്. അപ്പോൾ അവളിതിപ്പോൾ എത്ര നാൾ കൊണ്ട് കൂട്ടി തീർക്കുമെന്ന് അറിയില്ല. മാസങ്ങളൊന്നും ഇരിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ മുളക് പൊടി അങ്ങോട്ടിടാൻ പോവുകയാണ്. അച്ചാറൊക്കെ പലരും പല വിധമൊക്കെ ഇടും കേട്ടോ. ചിലരിത് വിനാഗിരിക്കകത്തോ നല്ലെണ്ണയ്ക്കകത്തോ ഒക്കെ കുഴച്ച് മുളക് പൊടി അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ടിടും. ഞാനും അങ്ങനെയൊക്കെ ചെയ്യും, പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ ഇടാനാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ അങ്ങ് ഇടുവാണ്. പലർക്കും പല രീതിയല്ലേ. അതിനകത്തോട്ട് ഇച്ചിരി ഉലുവാപ്പൊടി ചേർക്കുക. കായമാണ് കേട്ടോ, കായം പൊടിച്ചതാണ്. മാങ്ങ ഉണ്ടോ, ഇത്രയും മാങ്ങയുണ്ട്. ഇതിനകത്ത് ഞാൻ ഉപ്പ് ഇന്നലെ ഇട്ട് വെച്ചിരുന്നു. ഉപ്പിട്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ കുറേ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് വിനാഗിരി ഒഴിക്കണമല്ലോ, അപ്പം പുളി ഒരുപാടായി പോകും. അപ്പം നമ്മുടെ മാങ്ങാച്ചാറിനകത്തോട്ട് ഞാൻ ഈ വിനാഗിരി ചൂടാക്കിയത് വന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ വിനാഗിരി നമ്മുടെ മാങ്ങാച്ചാറിനകത്തോട്ട് ഒഴിക്കുവാണ്.
ഇനി ഞാൻ ഇത് ഇന്ന് കുപ്പിക്കകത്തൊന്നും ആക്കത്തില്ല, ഇതിങ്ങനെ ഇരിക്കും. എന്നിട്ട് നാളെ ഞാനിതിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ നാളെ ഇത് കുപ്പിയിലോട്ടാക്കുകയുള്ളൂ. അപ്പം നമ്മുടെ മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഉണ്ട്, ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട്, കായവും ഉലുവാപ്പൊടിയും ഒക്കെ ചേർത്തതാണ്. ഇനി ഓക്കെ, അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരത്തേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.